നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുകയാണ്. ഇവിടെ പ്രോനൗൺസ് എന്ന് എഴുതി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സർവനാമങ്ങൾ. പ്രോനൗൺസ് തന്നെ പല വിധത്തിലുണ്ട്. സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അതൊക്കെ ഇംഗ്ലീഷിൻ്റെ വിശാലമായ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് സംസാരിക്കാൻ ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമുക്കൊന്നും അറിയില്ല ഇംഗ്ലീഷിൽ, നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒരു പ്രോനൗൺസ് ആണ്, സർവനാമങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഐ. യു എന്നതിൻ്റെ ഇംഗ്ലീഷാണ് നമ്മൾ നീ, നിങ്ങൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ. ഒരുപാട് ആളുകൾ, ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, യു എന്നാണ് ഉപയോഗിക്കുക. ഇനി ദേ എന്ന് പറയുമ്പോൾ അവർ. ഒരുപാട് ആളുകൾ ഉണ്ട്, അപ്പോൾ അവരെ നമ്മൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദേ. ഓയ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. നമ്മൾ കുറച്ച് ആളുകൾ, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് പറയും, ഓയ്. പിന്നെ ഹി എന്ന് പറഞ്ഞാൽ അവൻ. പിന്നെ അതുപോലെ തന്നെ ഷീ, അവൾ. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു നീ, നിങ്ങൾ, ദേ അവർ, ഓയ് ഞങ്ങൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്. അപ്പോൾ സർവനാമങ്ങൾ, പ്രോനൗൺസ് മനസ്സിലായല്ലോ. ഈ കാര്യങ്ങൾ 1 2 3 4 5 6 7 ഈ 7 പ്രോനൗൺസ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിന് നമ്മൾ പ്രധാനമായിട്ടും 2 ഭാഗമാക്കി തിരിക്കുകയാണ്. ഒന്ന് സിംഗുലർ, മറ്റൊന്ന് പ്ലൂറൽ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, അതിൻ്റെ മലയാളമാണ് ഏകവചനം. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. അറിയുന്നവരൊക്കെ എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കുറേ എഴുതി പഠിക്കുകയല്ല, പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒന്ന് മാത്രമുള്ളത്. ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ളത്. അപ്പോൾ ഹി എന്ന് പറയുമ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരാളല്ലേ ഉള്ളൂ. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഒരാളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡൗട്ട് അടിപ്പിക്കുന്ന 2 പ്ലൂറൽ നമ്മൾ ആദ്യം പഠിക്കുകയാണ്. ഒന്ന് ഐ, മറ്റൊന്ന് യു. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്ന് പറയുന്നതും യു എന്ന് പറയുന്നതും സിംഗുലർ അല്ലേ? യഥാർത്ഥത്തിൽ അത് സിംഗുലർ ആണ്. പക്ഷേ നമ്മളത് ഉൾപ്പെടുത്തുന്നത് പ്ലൂറലിൻ്റെ സെക്ഷനിലാണ്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇതിൽ ഐ യു എന്നുള്ള 2 പ്രോനൗണുകൾ പ്ലൂറലിൻ്റെ നിയമമാണ് അതിന് ബാധകമാവുന്നത്. അത് യഥാർത്ഥത്തിൽ സിംഗുലർ ആണെങ്കിലും പ്ലൂറലിൻ്റെ നിയമങ്ങളാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ അതിന് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പഠിച്ചാൽ മതി, അത് പ്ലൂറലാക്കിയിട്ട് തന്നെ ആ കോളത്തിലായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ, നിങ്ങളെന്നും പറയും. ദേ എന്ന് പറഞ്ഞാൽ അവർ, അപ്പോൾ ഒരുപാട് പേരുണ്ട്. ഓയ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഒരുപാട് പേരാണ്. അപ്പോൾ അതിൽ വേറെ ഡൗട്ടുകളൊന്നും ഇല്ല. അപ്പോൾ ഏകവചനം, ബഹുവചനം നമ്മൾ പഠിച്ചു. റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സബ്ജക്റ്റ് പ്രോനൗൺസ് പഠിച്ചു. ആ സബ്ജക്റ്റ് പ്രോനൗൺസിൻ്റെ തന്നെ പ്ലൂറൽ ഏതാ, അതുപോലെ തന്നെ സിംഗുലർ ഏതാ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഹാവ്, ഹാസ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ് ഉണ്ട്, എനിക്കുണ്ട്, അവനക്കുണ്ട്, നിനക്കുണ്ട്, എൻ്റെ ഉമ്മാക്കുണ്ട്, എൻ്റെ ഉപ്പാക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പം അതിനെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് ഹാവ് ആൻഡ് ഹാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലൂറൽ സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ് എന്നീ 2ആയിട്ട് വേർതിരിക്കുകയാണ്. ഇതിൽ നമ്മൾ എന്തിനാ നേരത്തെ പ്ലൂറൽ, സിംഗുലർ എന്നൊക്കെ വേർതിരിച്ചത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഉണ്ട് എന്നുള്ളതിന് ഹാവ് എന്നും നമുക്ക് പറയാം, ഹാസ് എന്നും നമുക്ക് പറയാം. ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്, ഹാസിൻ്റെ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഹാവിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ, യു, ദേ, വി. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഹാസിനെ നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ, ഏകവചനത്തിൻ്റെ കൂടെ, ഇവിടെ ബഹുവചനം. അപ്പോൾ ഏകവചനം എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത് ഏകവചനമാണ്.
അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്ലൂറലിൻ്റെ കൂടെ ഹാവിനെ ഉപയോഗിച്ച് നോക്കാം. ഐ ഹാവ്, എനിക്കുണ്ട്. നമ്മൾ എങ്ങനെ പറയാ? ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ഓക്കെ. അപ്പോ നിനക്കുണ്ട് എന്ന് എങ്ങനെ നമ്മൾ പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് നീ, നിങ്ങൾ, നിനക്കുണ്ട്, നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയാൻ നീ, നിങ്ങൾ എന്നുള്ളതിന്റെ വേർഡ് നമുക്കറിയാം എന്താണ് യു. അപ്പോൾ യു പ്ലൂറലാണ്. അപ്പോൾ അതിന്റെ കൂടെ ഏത് മാത്രമാണ് വരിക? ഹാവ് ആണ് വരിക. അപ്പോൾ നിനക്കുണ്ട്, നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുന്നതിന് യു ഹാവ്, നിനക്കുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് വേറെ രൂപേണയും പറയാം, നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇനി ദേ ഹാവ്, അവർ ഒരുപാട് ആളുകളുണ്ട്, അവർക്കുണ്ട് നമ്മൾ പറയാൻ എങ്ങനെ പറയാം? ദേ ഹാവ്, അവർക്കുണ്ട്. ഇനി വി ഹാവ്, ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നമുക്കുണ്ട് എന്നൊക്കെ പറയൂലേ നമ്മൾ, നമുക്കുണ്ട്. ഇനി മറ്റൊരു പ്ലൂറൽ നമ്മുടെ കാണിച്ചിട്ടുണ്ട്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് രാമു ആൻഡ് രാജു. രാമു രാജു എന്ന് പറയുമ്പോൾ രണ്ടാളുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നിൽ കൂടുതലാണ്, ബഹുവചനമാണ് അല്ലേ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ബഹുവചനത്തിനാണ് പ്ലൂറൽ എന്ന് പറയാം. അപ്പോൾ ഒരു ഉദാഹരണമാണ് രാമു ആൻഡ് രാജു. അപ്പൊ രാമുവിനും രാജുവിനുമുണ്ട്, മുഹമ്മദിനും അനസിനുമുണ്ട്, ഫാത്തിമക്കും ആയിഷക്കും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഏത് ഉപയോഗിക്കണം? ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ രാമു ആൻഡ് രാജു ഹാവ്, രാമുവിനും രാജുവിനുമുണ്ട്, രാമുവിനും രാജുവിനുമുണ്ട്, രാമുവിനും രാജുവിനുമുണ്ട്. ഇനി നമ്മൾ സിംഗുലറിലേക്ക് കിടക്കുകയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഹി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ഹി ഹാസ് എന്ന് പറയുമ്പോൾ എന്തർത്ഥം വരും? യെസ്, അവനുക്കുണ്ട്. ഷീ ഹാസ് എന്ന് പറയുമ്പോൾ അവൾക്കുണ്ട്. ഇനി ഇറ്റ് ഹാസ് എന്ന് പറയുമ്പോൾ അതിനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പേരൊക്കെ ഉപയോഗിച്ച് നമ്മൾ പറയും. രാമു ഹാസ് അല്ലെങ്കിൽ ഫാത്തിമ ഹാസ്. ഒരൊറ്റ പേര് സിംഗുലർ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഹാസ് ആണ് പറയേണ്ടത്. അപ്പോൾ രാമു ഹാസ്, രാമുവിനുണ്ട്. ഇനി ഞാൻ ഓരോന്ന് പറയാം, അപ്പൊ നിങ്ങൾ എന്ത് പറയണം? അതിന്റെ മീനിങ് ഉറക്കനെ പറയാം. ഐ ഹാവ്, എനിക്കുണ്ട്. യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്, രാമു ആൻഡ് രാജു ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, രാമു ഹാസ്. അപ്പോൾ റെഡി അല്ലേ? ഇനി നമുക്ക് ഓരോന്നിൻ്റെയും മലയാള അർത്ഥം എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഐ, യു, ദേ, വി, രാമു ആൻഡ് രാജു, ഇതിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചു. ഹാവ് എ കാർ, ഓരോന്നിനും ഓരോ ഉദാഹരണമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി സിമ്പിളാണ്, നമുക്ക് ഇങ്ങനെ ഓരോ കോളം ബേസിൽ നമ്മൾ പഠിച്ചുകൊണ്ട് ഇനി നമുക്ക് ഉത്തരം പറയാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഐ ഹാവ് എ കാർ, എങ്ങനെ അതിൻ്റെ മീനിങ് പറയാം? എനിക്കൊരു കാറുണ്ട്. എനിക്കൊരു കാറുണ്ട് എന്നുള്ളതിന് എങ്ങനെ പറയാം നമുക്ക്? ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഇനി നിനക്കൊരു കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറുണ്ട് എന്ന് എങ്ങനെ പറയാം? യു ഹാവ് എ കാർ, നിനക്കൊരു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറുണ്ട്. ഇനി ദേ എന്ന് പറഞ്ഞാൽ എന്താ? അവർ അല്ലേ. അപ്പൊ അവർക്കൊരു കാറുണ്ട് എന്ന് എങ്ങനെ പറയാം? ദേ ഹാവ് എ കാർ. ഇനി ഞങ്ങൾക്കൊരു കാറുണ്ട് എന്ന് എങ്ങനെ പറയാം? ഞങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ? വി, ഞങ്ങൾക്കൊരു കാറുണ്ട്, വി ഹാവ് എ കാർ. ഇനി രാമുവിനും രാജുവിനും ഒരു കാറുണ്ട് എന്ന് എങ്ങനെ പറയാ? രാമു ആൻഡ് രാജു ഹാവ് എ കാർ. അപ്പൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സിംഗുലർ
ഏകവചനമായിട്ട് നിൽക്കുന്നതിൻ്റെ മീനിങ്, അതിൻ്റെ ഉദാഹരണങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ. അപ്പോൾ അവനിക്കൊരു കാറുണ്ടെന്ന് എങ്ങനെ പറയാം നമുക്ക്? ഹി. ഓക്കെ, ഇതിങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് എഴുതാത്തത്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം കേട്ടോ. അവനിക്കൊരു കാറുണ്ട്, അവനക്കൊരു കാറുണ്ട്. നമ്മൾ ഓനക്കൊരു കാറുണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവനിക്കൊരു കാറുണ്ടെന്ന് എങ്ങനെ പറയാം? ഹി ഹാസ് എ കാർ. നമ്മൾ ഇംഗ്ലീഷിൽ എ എന്ന് പറയുന്നതിന് പകരം എന്നുള്ള ശബ്ദത്തിലാണ് എനെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഹി ഹാസ് എ കാർ, അവനൊരു കാറുണ്ട്. അപ്പോൾ ഇത് കിട്ടില്ല. ഇനി അവൾക്കൊരു കാറുണ്ടെന്ന് എങ്ങനെ പറയാ? ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാറുണ്ട്. ഇനി നമ്മൾ പറയേണ്ടത് രാമുവിനൊരു കാറുണ്ട്. രാമു ഹാസ് എ കാർ. രാമുവിന് എന്തുണ്ട്? ഒരു കാറുണ്ട്. ഇവിടെ നമ്മൾ ഇറ്റിനെ കുറിച്ച് നമ്മൾ ഉദാഹരണം പറഞ്ഞില്ല അല്ലേ? ഇറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു കാറുണ്ട് എന്നുള്ളത് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല. നമ്മൾ ഇറ്റ് പൊതുവെ എപ്പോഴാണൊക്കെ ഇറ്റ് നമ്മൾ ഉപയോഗിക്കാം? നമ്മളൊരു ബേർഡിനെ കുറിച്ചൊക്കെ പറയാണ്. അപ്പോൾ ഒരു കിളിയെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയണം അതിന് 2 ചിറകുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയാം ഇറ്റ് ഹാസ് 2 wings. അല്ലെങ്കിൽ അതിന് നല്ല ഒരു മനോഹരമായ ലെഗ് ഉണ്ട്, കാലുണ്ട് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഹാസ് എ leg. അപ്പോൾ ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ leg. അപ്പോൾ ഇറ്റിന് നമ്മൾ പൊതുവെ എങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനൊരു കാറുണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, സാധാരണ ഉപയോഗിക്കാറില്ല. ഇറ്റിൻ്റെ ഒരു മീനിങ് വേറെ രൂപത്തിലാണ് വരിക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഹി ഹാസ് എ കാർ, ഷീ ഹാസ് എ കാർ, രാമു ഹാസ് എ കാർ. അപ്പോൾ ഐ ഹാവ് എ കാർ ഇതിവിടെ എഴുതിയിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എനിക്കൊരു കാറുണ്ടെന്ന് എങ്ങനെ നമ്മൾ പറയും? ഐ ഹാവ് എ കാർ. You have a car, they have a car, we have a car, Ramu and Raju have a car. അവർക്കൊക്കെ കാറുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ മീനിങ്ങും നമുക്ക് മനസ്സിലായി. അപ്പോൾ സിമ്പിളാണ്. ഹാവ്, ഹാസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഈ ഉദാഹരണങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞു നോക്കാം ഇനി നമുക്ക്. ഇനി ഇവിടെ നമ്മൾ ഈ കാറിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്? എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാണ്. ഇഷ്ടമുള്ളത് ഉപയോഗിക്കട്ടോ. നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയും എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. എങ്ങനെ പറയാം? ഐ have a program. I have a program. നിനക്കൊരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് എങ്ങനെ പറയും? You have a program. ഇനി അവർക്കൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് എങ്ങനെ പറയും? They have a program, we have a program. രാജുവിനൊരു പ്രോഗ്രാം ഉണ്ട്. രാമു ആൻഡ് രാജു ഹാവ് എ പ്രോഗ്രാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് മാറ്റി നോക്കിയാലോ? ഹാസ് എ കാർ എന്നുള്ളതിന് പകരം ഇനി നമ്മൾ പറയണെന്ത്? ക്യാപ്പ്, തൊപ്പിയില്ലേ? തൊപ്പി ഉണ്ട് എന്ന് അവൾക്ക് അല്ലെങ്കിൽ അവനിക്കൊരു തൊപ്പി ഉണ്ട് എന്ന് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇറ്റിനും അത് ഉപയോഗിക്കാൻ പറ്റൂലേ? അതിൻ്റെ ഒരു തൊപ്പിയുണ്ട്. അപ്പോൾ നമ്മളൊരു മങ്കിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതിനൊരു തൊപ്പിയുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇറ്റിനും കൂടി പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഹാസ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്കൊരു തൊപ്പിയുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഹി ഹാസ് എ
cap. He has a cap എന്ന് പറയുമ്പോൾ അവനിക്കൊരു തൊപ്പിയുണ്ട്. ഇനി അവൾക്കൊരു തൊപ്പിയുണ്ട് എങ്ങനെ പറയും? She has a cap. ഇനി അതിനൊരു തൊപ്പിയുണ്ട് എങ്ങനെ പറയും? It has a cap. ഇനി രാമുവിനൊരു തൊപ്പിയുണ്ട് എങ്ങനെ പറയാം നമുക്ക്? രാമു ഹാസ് എ ക്യാപ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഹാവ്, ഹാസ് നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കാമെന്നും പഠിച്ചു. ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കട്ടെ. നമുക്ക് ബസ് ഉണ്ട്, അവനിക്കൊരു ബസ് ഉണ്ട്, എനിക്കൊരു ബസ് ഉണ്ട്. ഐ ഹാവ് എ ബസ്, ദേ ഹാവ് എ ബസ്, വി ഹാവ് എ ബസ്, രാമു ആൻഡ് രാജു ഹാവ് എ ബസ് എന്നൊക്കെ ഈ ഒരു ഉദാഹരണങ്ങൾ ഇങ്ങനെ മാറ്റാം. പക്ഷെ ഹാവ് എപ്പോഴും ഐ, യു, ദേ, വി, പിന്നെ ഒന്നിൽ കൂടുതലുള്ള ആളുകളുടെ പേരിനൊപ്പം. പിന്നെ ഹാസ് എപ്പോൾ സിംഗുലറിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഹി, ഷി, ഇറ്റ്, പിന്നെ രാമു, രാജു, ഫാത്തിമ എന്തും നമുക്ക് ഉപയോഗിക്കാം. ഹി ഹാസ് എ ക്യാപ്, ഷി ഹാസ് എ ക്യാപ്, ഇറ്റ് ഹാസ് എ ക്യാപ്. അപ്പോൾ ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഉണ്ട് എന്നുള്ളതിന് ഹാവ് എന്നും പറയും, ഹാസ് എന്നും പറയും. പ്ലൂറലിന്റെ കൂടെ ഹാവും സിംഗുലറിന്റെ കൂടെ ഹാസും. എന്നാൽ നമ്മൾ ഇല്ല എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറയില്ലേ. എനിക്ക് കാറില്ല, എനിക്ക് ബൈക്കില്ലടാ, നമ്മൾ പാവല്ലേ, എനിക്ക് കാറില്ല, എനിക്ക് ബസ്സില്ല, എനിക്ക് മീറ്റിംഗ് ഒന്നുമില്ല, എനിക്ക് പ്രോഗ്രാമൊന്നുമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ്. സിമ്പിളാണ്. നമ്മുടെ പ്ലൂറലാണ് എന്നുണ്ടെങ്കിൽ അയ്യോ ദേവി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഹാവിൻ്റെ മുന്നേ ഡോൺ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കാറില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ് എ കാർ. ഐ ഡോണ്ട് ഹാവ് എ കാർ. നിനക്കൊരു കാറില്ല എന്ന് അങ്ങനെ യു ഡോണ്ട് ഹാവ് എ കാർ, നിനക്കൊരു കാറില്ല. ദേ ഡോണ്ട് ഹാവ് എ കാർ, അവർക്ക് എന്തില്ല, ഒരു കാറില്ല. വി ഡോണ്ട് ഹാവ് എ കാർ, ഞങ്ങൾക്ക് കാറില്ല. രാമു ആൻഡ് രാജു ഡോണ്ട് ഹാവ് എ കാർ, അവർക്ക് എന്തില്ല, രാമുവിന് രാജുവിന് ഒന്നും എന്തില്ല, കാറില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു മീറ്റിംഗ് ഇല്ല, എനിക്ക് മീറ്റിംഗ് ഇല്ല എന്നെങ്ങനെ പറയാം? എനിക്ക് മീറ്റിംഗ് ഇല്ല എന്ന് എങ്ങനെ പറയാം? അപ്പോൾ സിമ്പിളാണ്. ഏത് ഉദാഹരണം നമുക്ക് ഉണ്ടാക്കാം? ഐ ഡോണ്ട് ഹാവ് എ മീറ്റിംഗ്. ഐ ഡോണ്ട് ഹാവ് മീറ്റിംഗ്, എനിക്കെന്തില്ല, മീറ്റിംഗ് ഇല്ല. സിമ്പിളായിട്ട് ചെയ്തല്ലേ. ഇനി ഞങ്ങൾക്ക് മീറ്റിംഗ് ഇല്ല എന്നെങ്ങനെ പറയും? ഒക്കെ എല്ലാം സിമ്പിളാണ്. വി don't have meeting. ഞങ്ങൾക്ക് എന്തില്ല, വി ഡോണ്ട് ഹാവ് മീറ്റിംഗ്, ഞങ്ങൾക്ക് മീറ്റിംഗ് ഇല്ല. എന്നാൽ ഇത് നമ്മൾ സിംഗുലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളതിന് ഹാവ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇല്ല എന്നുള്ളതിന് പകരം ഡോണ്ട് ഹാവ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ സിംഗുലറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇല്ല എന്ന് നമ്മൾ പറയും, നെഗറ്റീവ് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡസിൻറ്റ് എന്നതിന് ശേഷം ഹാവിനെയാണ് കൊണ്ടുവരേണ്ടത്. ഹാവ്, ഇവിടെ നമ്മൾ ഹാസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇല്ല എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് കൊണ്ടുവരേണ്ടത്? നമ്മുടെ സിംഗുലറിന് ശേഷം ഡസിൻറ്റ് എന്ന് ചേർക്കുക. ഡസിൻറ്റ് എന്ന് ഡസ് നോട്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഹാവ് ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവൾക്കൊരു തൊപ്പിയില്ല എന്നെങ്ങനെ പറയും? ഷീ ഡസിൻ ഹാവ് എ ക്യാപ്. അവൾക്ക് എന്തില്ല, ഒരു തൊപ്പി പോലും ഇല്ല, അവൾക്കൊരു തൊപ്പിയില്ല. അപ്പോൾ അവനിക്കൊരു തൊപ്പിയില്ല എന്നെങ്ങനെ പറയും? ഹി ഡസിൻ ഹാവ് എ ക്യാപ്. ഇനി അവൾക്ക് തൊപ്പിയില്ല എന്നെങ്ങനെ പറയും? ഷീ ഡസിൻ ഹാസ് പറ്റോ? ഇല്ല, ഹാവ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എ ക്യാപ്. അവൾക്കൊരു തൊപ്പി പോലും ഇല്ല. ഇനി അതിനൊരു തൊപ്പി പോലും ഇല്ല. നമ്മൾ കുറേ കുരങ്ങന്മാരെ കുറിച്ച് പറയണം. അപ്പോൾ അതിന് ഒരു കുരങ്ങ് മാത്രം തൊപ്പിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പറയും അതിനൊരു തൊപ്പിയില്ല. ഇറ്റ് doesn't have a cap. ഇനി രാമു doesn't have a cap.
അപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഉണ്ട് എന്നുള്ളതിന് ഹാവ്. നമ്മൾ പ്ലൂറലാക്കി പറയുമ്പോൾ എനിക്കൊരു കാറുണ്ട് എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ കാർ. എന്നാൽ എനിക്കൊരു കാറ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡോൺ പ്ലസ് ഹാവ് ചേർത്താൽ മതി. അതിന് ഉദാഹരണം എങ്ങനെ പറയും? ഐ ഡോൺ, ഓക്കെ, നിങ്ങൾ കൂടെ പറയും, ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കെന്തില്ല? ഒരു കാറില്ല. അപ്പം അങ്ങനെ എല്ലാം ഇതിനനുസരിച്ച് പറയാം. നമുക്ക് ഇവിടെ വെച്ച് ഉദാഹരണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ പറയും, ഹി ഉണ്ട് എന്നുള്ളതാണ്. ഹി ഹാസ് എ മീറ്റിംഗ്. അവനൊരു മീറ്റിംഗ് ഉണ്ട് എന്നുള്ളതിന് ഹാസ് ആണ്, സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ഹി, ഷീ, ഈറ്റ്, പിന്നെ ഏതെങ്കിലും പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാജു. അപ്പോൾ ഹി ഹാസ് എ മീറ്റിംഗ്, അവനൊരു മീറ്റിംഗ് ഉണ്ട്. ഇനി നമുക്ക് പറയണത് അവൾക്ക് നാളെ പ്രോഗ്രാം ഇല്ല. എങ്ങനെ പറയാം? ഷീ ഇല്ല എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് കൊണ്ടുവരണം? ഡസിൻറ്റ്, അല്ലേ? ഷീ ഡസിൻറ്റ് ഹാവ് പ്രോഗ്രാം ടുമോറോ. അവൾക്ക് നാളെ പ്രോഗ്രാം ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഉണ്ട് എന്നുള്ളതും ഇല്ല എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഹാസ് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നാണ്. എന്നാൽ ഇതിൻ്റെ ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ഡസിൻറ്റ് ഹാവ്, ഇല്ല എന്നുള്ള അർത്ഥം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉണ്ടായിരുന്നു എന്ന് പറയില്ല. ഇതിപ്പോൾ ഉണ്ട് ഇല്ല നമ്മൾ പ്രസൻറ്റിലാണ് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇനി ഉണ്ടായിരുന്നില്ല. എനിക്ക് പണ്ടൊരു കാറുണ്ടായിരുന്നു, എനിക്ക് പണ്ട് കാറുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കാലത്തിൽ നമ്മൾ പറയൂലേ, അതെങ്ങനെ നമ്മളെ സ്പോക്കണിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ട് ഇല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഹാവ്, ഹാസ്, അതുപോലെ തന്നെ ഡോണ്ട് ഹാവ്, അതുപോലെ തന്നെ ഡസിൻ ഹാവ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉണ്ടായിരുന്നു. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന സംഭവങ്ങൾക്ക്, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, സിമ്പിളാണ്. സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ എല്ലാറ്റിനും നമ്മൾ ഹാഡ് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിംഗുലറിനെന്ന് വെച്ച് നോക്കാം. ഷീ, ഹി, ഇറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്ത് ചേർത്താൽ മതി? ഹാഡ് എ ക്യാപ്. അപ്പോൾ അവൾക്കൊരു തൊപ്പി ഉണ്ടായിരുന്നു, അങ്ങനെ പറയാം. ഷീ ഹാഡ് എ ക്യാപ്. ഇറ്റ് ഹാഡ് എ ക്യാപ്. അതിനൊരു തൊപ്പി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പ്ലൂറലാണെങ്കിലോ, പ്ലൂറൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. അയ്യോ, ദേ, ഓയ്, അല്ലേ? ഇതിലേക്ക് നമ്മൾ ഹാഡ് ചേർക്കാം. ഹാഡ് എ ക്ലാസ്. എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെ പറയാം? ഐ ഹാഡ് എ ക്ലാസ്. നിനക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. യു ഹാഡ്
എ ക്ലാസ്. ഞങ്ങൾക്കൊരു ഗെയിം ഉണ്ടായിരുന്നു. വൈ ഹാഡ് എ ഗെയിം. ഞങ്ങൾക്കൊരു ഗെയിം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഇങ്ങനെ ഉണ്ടാക്കുക. ഞാൻ ഏറ്റവും അവസാനം വീഡിയോയുടെ അവസാനത്തിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുക. കുറച്ച് ഇംഗ്ലീഷ് തരും, അതിന് നിങ്ങൾ മലയാളത്തിലേക്കും മാറ്റട്ടോ. അപ്പോൾ റെഡി അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അവസാനമായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പാസ്റ്റിൽ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നില്ല എന്നതും പാസ്റ്റിൽ പറയാണ്. നെഗറ്റീവ് സെന്റൻസ് പറയാണ്. ഇതിനും ഒറ്റ ഫോമേ ഉള്ളൂ, ഡിഡിൻറ്റ് ഹാവ്. സിംഗുലർ ആവട്ടെ, പ്ലൂറൽ ആവട്ടെ, ബഹുവചനമാകട്ടെ, ഏകവചനമാകട്ടെ, എന്തിൻ്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ഡിഡിൻറ്റ് ഹാവ്, ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം പ്ലൂറൽ വെച്ച് നോക്കാം. ഐ, യു, ദേ, വൈ. അപ്പോൾ നമുക്കെങ്ങനെ പറയാം? എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഐ didn't have a meeting. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയാം നമുക്ക്? വൈ പറഞ്ഞോളൂ. വൈ didn't have school yesterday. ഇന്നലെ ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതിന് നമുക്ക് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ, സിംഗുലർ നമുക്കറിയാം, ഷീ, ഹി, ഇറ്റ്. ഇതിനെ നമുക്ക് പറയാനും എന്തുപയോഗിച്ചാൽ മതി? ഡിഡിൻറ്റ് ഹാവ്, ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവൾക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, എങ്ങനെ പറയും? ഷീ ഡിഡിൻറ്റ് ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. അവൾക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ പറയാം? അതിന് തൊപ്പി ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഇറ്റ് didn't have cap. അതിന് തൊപ്പി ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പറയാം അവനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയാം? he didn't have meeting. he didn't have meeting. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിലൊന്നൊരു ഫ്ലോ ചാർട്ട് പോലെ ടോട്ടലായിട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലേ? സബ്ജക്റ്റ് പ്രോനൗൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സിംഗുലർ, സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ, പിന്നൊന്ന് സബ്ജക്റ്റ് പ്ലൂറൽ. സബ്ജക്റ്റ് സിംഗുലറും സബ്ജക്റ്റ് പ്ലൂറലും ആയിട്ട് നമ്മൾ തരംതിരിച്ചു. ഇതിൽ നമുക്ക് സിംഗുലറിൽ നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം? ഹി, ഷീ, ഇറ്റ്, പിന്നെ എന്തെങ്കിലും ഒരു പേരില്ലേ, ഇപ്പോൾ ഫാത്തിമ. എന്നാൽ പ്ലൂറലിലോ ഐ, യു, ദേ, വൈ, പിന്നെ രാജു ആൻഡ് രാമു. ഇനി നമുക്ക് ഇതിൽ രണ്ടിലും ഉണ്ട് എന്നുള്ളതിന് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ഹാസ്. എന്നാൽ അത് പ്ലൂറൽ ആണെങ്കിലോ ഹാവ്.
ഇനി ഇല്ല എന്നുള്ളതിന് നമുക്ക് സിംഗുലറിൽ എങ്ങനെ ഉപയോഗിക്കാം? ഇല്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് doesn't have, ഇല്ല. എന്നാൽ പ്ലൂറലിൽ നമുക്ക് എങ്ങനെ ഇല്ല എന്ന് ഉപയോഗിക്കാം? don't have, ഇല്ല എന്ന് പറയാം. ഇനി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ എന്ത് ഉപയോഗിച്ചാൽ മതി? had, ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പ്ലൂറൽ ഉപയോഗിക്കണമെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പ്ലൂറൽ ഉപയോഗിക്കാൻ had, ഉണ്ടായിരുന്നു. ഇനി അവസാനമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് ഉപയോഗിക്കാൻ didn't have. അതേ സംഭവം തന്നെ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ തന്നെയാണ്? didn't have, ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ വീഡിയോയുടെ അവസാനം എഴുതി കാണിക്കുന്ന ഈ സെൻറ്റൻസുകളെല്ലാം കുറച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റാനുണ്ട്, കുറച്ച് ഇംഗ്ലീഷിൻ്റെ മീനിങ് എഴുതാനുണ്ട്. അപ്പോൾ റെഡി അല്ലേ? താഴെ കമൻ്റായിട്ട് നിങ്ങളത് രേഖപ്പെടുത്തുക. ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടായിക്കോട്ടെ, അതിൽ എഴുതിയിട്ട് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഒരു പ്രാവശ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഹാവും ഹാസിനെയും ഒരു തരത്തിലും എവിടെ നമുക്ക് മാറാത്ത വിധത്തിൽ കൃത്യമായിട്ട് പഠിക്കാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് പാർട്ട് 1 ആണ്. നമുക്ക് പാർട്ട് 2 പഠിക്കാനുണ്ട്. സിമ്പിളായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും കീഴടക്കാൻ പറ്റും. നല്ലൊരു ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഏത് ജോലിക്കും തടസ്സമാകാത്ത രീതിയിൽ, ഏത് പരീക്ഷയ്ക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഓരോന്നിൻ്റെയും മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ആവുന്നതാണ്. നമുക്കതിൽ പരമാവധി ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പരസ്പരം സംസാരിച്ചും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് എന്ന കോളത്തിൽ കൊടുത്തത് അതിൻ്റെ മലയാളമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഷീ ഹാഡ് എ ബാഗ്. വൈ ഹാവ് എ ഗുഡ് ടീച്ചർ. ഫാത്തിമ ഡസൻറ്റ് ഹാവ് മണി ടു ഗോ ഓൺ ടൂർ. മലയാളം ഇതിൻ്റെ ഇംഗ്ലീഷാണ് നിങ്ങൾ എഴുതേണ്ടത്. അവനൊരു ബിസിനസ് ഉണ്ടായിരുന്നില്ല. അതിന് 2 ചിറകുകളില്ല. അവർക്ക് പരീക്ഷ ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വന്തം തന്നെ കണ്ടെത്തുക. എന്നിട്ട് പരമാവധി പറയാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളോട്. ഇനി ആരുമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്ക് മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. സെൽഫി വീഡിയോകൾ എടുത്തിട്ട് നിങ്ങൾ സംസാരിക്കുക. അത് നിങ്ങൾക്ക് വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ ഫോളോ അപ്പ് ചെയ്യട്ടോ.